വെൽക്കം ടു ഹംലൂസ് കിച്ചൺ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഗ്രേപ്സ് വെച്ചിട്ട് ഒരു പുഡിംഗ് ആണ്. ഇത് 3 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ലെയർ കസ്റ്റാർഡിന്റെ ഒരു ലെയർ ഉണ്ട്, സെക്കൻഡ് ലെയർ ഗ്രേപ്സ് ജ്യൂസും കസ്റ്റാർഡും കൂടി ഉള്ള ഒരു ലെയർ, തേർഡ് ഒരു ജെല്ലി പോലെ ഗ്രേപ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് ഒരു ലെയർ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സീഡ്ലെസ് ഗ്രേപ്സ് എടുത്തിട്ടുണ്ട്, 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലപോലെ വാഷ് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം വേണം. ഗ്രേപ്സ് ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേപ്സ് ഒക്കെ നല്ലപോലെ വെന്തിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. മുന്തിരിയൊക്കെ നല്ലതുപോലെ വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ജ്യൂസ് ആക്കി എടുക്കാം. ഇതൊന്ന് അരിച്ചെടുക്കണം. നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ജ്യൂസിനി മാറ്റി വെക്കാം. 2 കപ്പ് പാൽ വേണം. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണം, ഒരു 5-6 ടേബിൾ സ്പൂൺ. പിന്നെ പഞ്ചസാര 6 ടേബിൾ സ്പൂൺ. കസ്റ്റാർഡ് പൗഡർ വേണം 4 ടേബിൾ സ്പൂൺ. ആദ്യം ഈ കസ്റ്റാർഡ് പൗഡർ ഒന്ന് കുറച്ച് പാലൊഴിച്ചിട്ട് നല്ലതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. കോൺഫ്ലോറാണ് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർക്കണം. ഇതിൻ്റെ വാനില കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല വാനില എസൻസ്. ബാക്കിയിരിക്കുന്ന ഈ പാല് പോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനി തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ഞാൻ ചേർക്കുന്നത്. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ മെൽറ്റായി വരട്ടെ. ഇനി ഇതിലേക്ക് ഈ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. പാല് നല്ലപോലെ ചൂടായി വന്നിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് കസ്റ്റാർഡ് ആക്കി എടുക്കാം. ഈ കസ്റ്റാർഡ് ഇനി ഒരു ബൗളിലേക്ക് ഇതിൻ്റെ പകുതി ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള കസ്റ്റാർഡിലേക്ക് ജ്യൂസ് ഒരു പകുതി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഇത് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടാണ്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇതായിട്ടുണ്ട്. ഇതിനി തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഒരു പാനിലേക്ക് ഈ ബാക്കിയിരിക്കുന്ന ഗ്രേപ്സ് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇതൊരു സോസായിട്ട്, ഒരു തിക്ക് സോസായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും മുകളിൽ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ട് സോസാക്കി എടുക്കാം. ഇതായിട്ടുണ്ട്. ഇതിനി മാറ്റി വയ്ക്കാം. ഫസ്റ്റ് ലെയർ കൊടുക്കുന്ന കസ്റ്റാർഡ് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ചൊരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡും ഗ്രേപ്സ് ജ്യൂസും കൂടെ ഉള്ള ആ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലപോലെ ചൂടാറിയ ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒരു ലെയർ സെറ്റായിട്ട് വേണം അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാൻ. ഇതിനെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് എടുക്കാം. ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാം. ഇത് തണുത്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഗ്രേപ്സിൻ്റെ സോസ് ഉണ്ടാക്കിയത്
സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു ജെല്ലി പോലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ സെറ്റ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ വേണ്ടി. ഇനി 4 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചിട്ടെടുക്കാം. പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.